ഒത്തിരി കാര്യങ്ങൾ ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ മുരിങ്ങയില പറിക്കാനായിട്ട് വന്നതാണ്. പുഴവക്കത്താണ് നട്ടേക്കുന്നത്. ഇത് ഞാൻ തന്നെ നട്ട മരമാണ്. ഈ മരം നട്ടേ പിന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇല പറിക്കുന്നത്. ഇല പറിക്കും തോറും കൊമ്പ് വെട്ടിക്കൊടുക്കും തോറും ആണ് നല്ല പടർന്ന് നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടൊക്കെ ഇലയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവരങ്ങനെ പറിക്കാറൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുരിങ്ങയുടെ ഇലക്കറി വെച്ചാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്നാൽ നമുക്ക് പറിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് പുഴവക്കത്തോട്ട് വന്നതാണേ. വീട്ടുവളപ്പിലും ഈ ഒരു കമ്പ് വെച്ച് പിടിപ്പിച്ച സമയത്ത് തന്നെ വേറെയും കമ്പുകൾ വെച്ചിരുന്നെങ്കിലും അതൊന്നും ഇത്ര കാര്യമായിട്ടൊന്നും പിടിച്ച് കിട്ടിയില്ല. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വെട്ടിക്കൊടുത്താൽ കൂടുതൽ നല്ല ഇലകളും കായ്കളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതാ കൊങ്കിണിയുടെ 2 കമ്പ് ഒടിക്കാമെന്ന് കരുതിയിട്ട് കമ്പ് ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അയൽവാസികളുടെ വീട് തന്നെയാണ്. അവരിങ്ങനെ വേലിപ്പടർപ്പിൽ വെച്ച് പിടിപ്പിച്ച സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയൊന്നും വേണ്ട. 2 കമ്പ് ഒടിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുവയ്ക്കാമെന്ന് കരുതിയാണ്. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ നിർബന്ധിച്ച് 2 കമ്പ് ഒടിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ പണി തന്നെ മുരിങ്ങയുടെ ഇല നന്നാക്കുക എന്നുള്ളതായിരുന്നു. ഇലയുടെ കറിയും ഉപ്പേരിയും ഒക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇത് ക്ലീൻ ചെയ്തെടുക്കൽ കുറച്ചധികം സമയം ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെ അത് ചെയ്യാമെന്ന് കരുതി അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുരിങ്ങയുടെ ഇല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോഴേക്കും ഒരു നേരമാവും. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊങ്കിണി ഒന്ന് നട്ടു കൊടുക്കാമെന്ന് കരുതിയിട്ട് കൊണ്ടുവന്ന കമ്പൊന്ന് കട്ട് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ട് മുറ്റത്ത് തന്നെയാണ് നട്ടു കൊടുക്കുന്നത്. മണ്ണിൽ ഡയറക്റ്റായിട്ട് നട്ടു കൊടുക്കുകയാണ്, പോട്ടിലൊന്നുമല്ല. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഒത്തിരി ദിവസമായിട്ട് ചെയ്യണം എന്ന് കരുതിയ ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാശിത്തുമ്പ ടയറിൽ നട്ടതിൽ മണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. നല്ല തിന്നായിട്ടുള്ള സ്റ്റെം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഒടിഞ്ഞു മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ മണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. മാത്രമല്ല ടയറിൻ്റെ ഗ്യാപ്പിലൂടെയും മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അമ്മ മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് തന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഈ മണ്ണ് ഇട്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ചാഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് അമർത്തി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. മണ്ണെടുക്കാൻ പോയപ്പോൾ റോസിൻ്റെ 2-3 തണ്ടും കൊണ്ടാണ് അമ്മ വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇന്ന് റൂബിയുടെ ബാത്തിങ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഇതാ എടുക്കാൻ പോവുകയാണ്. റൂബീനെ മാത്രമേ ഞങ്ങളിങ്ങനെ ഇടവിട്ട് കുളിപ്പിക്കാറുള്ളൂ. ജൂലീനെ കുളിപ്പിക്കുക ഏട്ടൻ വന്നതിന് ശേഷമാണ്. അവളെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തൊക്കെ ഉള്ളവർക്കേ പിടിച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. അതുമല്ല കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണിലൂടെ കൊണ്ടുവന്ന ദേഹത്ത് മൊത്തം മണ്ണാക്കും. അപ്പോൾ എടുത്തുകൊണ്ട് പോവാൻ അത്യാവശ്യം നല്ല ഇതൊക്കെ ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. റൂബിയുടെ കുളിയും തോർത്തലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒന്ന് കുളിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. ഒരു ബുക്ക് വായിക്കാനുണ്ട്. അത് വായിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഊണ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഊണും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.